കേരളമൊട്ടാകെ കൊടും തണുപ്പിൽ വലയുകയാണ്. ഈ തണുപ്പ് ഫെബ്രുവരി മാസം വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. കൊടും തണുപ്പാണ് കേരളമൊട്ടാകെ അനുഭവപ്പെടുന്നത്. ബസ്സിലും ട്രെയിനിലുമെല്ലാം യാത്ര ചെയ്യുന്നവർക്ക് ഇത് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ടാകും. സാധാരണ വൃശ്ചികം, ധനു, മകരമാസങ്ങളിൽ അനുഭവപ്പെടാറുള്ളതിലും അധികം തണുപ്പാണ് ഇത്തവണയുള്ളത്. ഈ തണുപ്പ് ഫെബ്രുവരി മാസം വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനവും. രാത്രികാല താപനില ഹൈദരാബാദിലും ബാംഗ്ലൂരിലുമൊക്കെ താപനിലയുടെ ഒപ്പമെത്തി എന്നതും ശ്രദ്ധേയമാണ്. ഇടുക്കിയിലെ രാത്രികാല താപനില ഇന്ന് 14 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രവചിക്കപ്പെടുന്നത്. പകൽ സമയത്ത് 26 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ താപനില. എറണാകുളത്ത് രാത്രിയിൽ 22 ഡിഗ്രി സെൽഷ്യസും പകൽ സമയത്ത് 29 ഡിഗ്രി സെൽഷ്യസുമാണ്. തിരുവനന്തപുരത്ത് രാത്രിയിൽ 23 ഡിഗ്രി സെൽഷ്യസും പകൽ സമയത്ത് 29 ഡിഗ്രി സെൽഷ്യസും പ്രവചിക്കപ്പെടുന്നുണ്ട്. കോഴിക്കോട് രാത്രി 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. പകൽ സമയത്ത് 27 ഡിഗ്രിയും. ഈ നില തുടരുമെന്ന് തന്നെയാണ് അടുത്ത ഒരാഴ്ചത്തെ കാലാവസ്ഥാ പ്രവചനങ്ങളിലും പറയുന്നത്. എന്താണ് ഈ കാലാവസ്ഥാ മാറ്റത്തിന് കാരണമെന്ന ചോദ്യത്തിന് കാലാവസ്ഥാ നിരീക്ഷകരാകെ ചൂണ്ടിക്കാട്ടുന്നത് ലാനിന പ്രതിഭാസത്തെയാണ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലാനിന പ്രതിഭാസം ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ തണുപ്പിക്കുമെന്നാണ് നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നത്. മധ്യകിഴക്കൻ പസഫിക് സമുദ്രത്തിലെ താപനില അസാധാരണമാം വിധം കുറയുന്നതാണ് ഈ കുളിരിന് കാരണം. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും ലാനിനയുടെ ആഘാതം അനുഭവപ്പെടും. ശക്തമായ കാറ്റുമൂലം പടിഞ്ഞാറൻ പസഫിക് സമുദ്രഭാഗത്തേക്ക് ചൂടുവെള്ളം നീങ്ങുകയും കിഴക്കൻ പസഫിക്കിൽ തണുത്ത വെള്ളം മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നതിനാണ് മധ്യകിഴക്കൻ പസഫിക് സമുദ്രത്തിലെ താപനില കുറയുന്നത്. ഓസ്ട്രേലിയയിലെയും ഇന്ത്യയിലുമെല്ലാം കൂടുതൽ മഴയും തണുപ്പും അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ വരൾച്ചയും ഉണ്ടാകുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ ശക്തമായ ശൈത്യത്തിനും മഞ്ഞുവീഴ്ചയ്ക്കും കാരണം ഈ ലാനിന പ്രതിഭാസമാണ്. ഉത്തരേന്ത്യയിൽ അനുഭവപ്പെടുന്ന തണുപ്പിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ നാം കേരളത്തിൽ അനുഭവിക്കുന്നുള്ളൂ എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.